ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മുടെ ചാനലിലൂടെ സിനിമ വാർത്തകളും അപ്ഡേറ്റുകളും പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വ്യക്തമായ ആദ്യ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 11 ദിവസങ്ങൾ കൊണ്ട് 10,50,00,000 രൂപയോളം സ്വന്തമാക്കിയ പ്രിൻസിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് 15,50,00,000 രൂപയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2 എന്ന ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ വരുന്ന മെയ് 21 തീയതി പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് ചിത്രീകരണം നടന്നു വരുന്ന ജയിലർ 2വിന്റെ ഈ ഒരു അപ്ഡേറ്റിൽ മെയ് 21 എന്നത് ലാലേട്ടന്റെ ജന്മദിനമായതിനാൽ ലാലേട്ടന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം പുറത്തുവിടാനാണ് സാധ്യത. ഉലക നായകൻ കമലഹാസൻ, ചിമ്പു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന തഗ് ലൈഫിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂർ 45 മിനിറ്റുമാണ്. ഈ വരുന്ന ജൂൺ 5 തീയതി പാൻ ഇന്ത്യൻ റിലീസായി തഗ് ലൈഫ് തിയേറ്ററുകളിലേക്ക് എത്തും. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യാനിരിക്കുന്ന AA22 എന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 3 വ്യത്യസ്ത ഗെറ്റപ്പുകളിലായിട്ടാവും അല്ലു അർജുൻ AA22 എത്തുകയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 650 കോടി രൂപ ബഡ്ജറ്റിൽ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന AA22ന്റെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ചിത്രീകരണമെല്ലാം പൂർത്തിയായ കളങ്കാവൽ ഈ വരുന്ന ജൂൺ 5 തീയതി പുറത്തിറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു മൂവി ടീം. എന്നാൽ ഇപ്പോൾ ജൂണിൽ നിന്നും ഓഗസ്റ്റ് മാസത്തിലേക്ക് ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്ത് സുകുമാരൻ, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചലർ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ മൂവി ടീം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വരുന്ന മെയ് 23 തീയതി മിസ്റ്റർ ആൻഡ് മിസസ് തിയേറ്ററുകളിലേക്ക് എത്തും. സൂര്യയെ നായകനാക്കി വെഗ്ഗി അട്ലൂരി സംവിധാനം ചെയ്യാനിരിക്കുന്ന സൂര്യ 46 എന്ന ചിത്രത്തിന്റെ പൂജ ഇന്ന് നടത്തപ്പെടുകയുണ്ടായി. സൂര്യക്കൊപ്പം മലയാളി താരം മമിത ബൈജു ആണ് സൂര്യ 46ൽ നായികവേഷം കൈകാര്യം ചെയ്യുന്നത്. തമിഴിലും തെലുങ്കിലുമായി തയ്യാറാവുന്ന സൂര്യ 46ന്റെ ചിത്രീകരണം ഈ വരുന്ന ജൂൺ മാസം മുതൽ ആരംഭിക്കും. GV പ്രകാശ് ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കുക. മെഗാസ്റ്റാർ മമ്മൂട്ടി, ഗോകുൽ സുരേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഈ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ഇപ്പോൾ ഡൊമിനിക്കിന്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി ഈ വരുന്ന ജൂൺ മാസം ആദ്യ വാരത്തിൽ തന്നെ ഡൊമിനിക് OTT റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി രോഹിത് VS സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ടിക്കി ടക്ക. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ടിക്കി ടക്കയുടെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ മൂവി ടീം ഷെയർ ചെയ്തിട്ടുണ്ട്. 2025 ക്രിസ്മസ് റിലീസായിട്ടാവും ടിക്കി ടക്ക തിയേറ്ററുകളിലേക്ക് എത്തുക. ആസിഫ് അലിയെ കൂടാതെ ലുക്മാൻ, വാമിക ഗബ്ബീൻ, നസ്ലിൻ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ താരങ്ങളായിട്ടെത്തും. ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി ഈ വരുന്ന മെയ് 23 തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന നരിവേട്ട എന്ന ചിത്രത്തിൽ ഒരു പ്രൊമോഷൻ സോങ് പ്രശസ്ത റാപ്പ് സിംഗർ വേടനാണ് ആലപിച്ചിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഗാനം ഉടൻ തന്നെ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ടൊവിനോയെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ എന്നിവരാണ് നരിവേട്ടയിലെ മറ്റു താരങ്ങൾ. ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓൾറെഡി ചിത്രത്തിലെ ലാലേട്ടന്റെ പോർഷൻസ് എല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചെന്നും ഈ ആഴ്ചയോടുകൂടി ഹൃദയപൂർവ്വത്തിന്റെ എന്റെ ഷൂട്ട് മൂവി ടീം പൂർത്തീകരിക്കുമെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലാലേട്ടനെ കൂടാതെ മാളവിക മോഹൻ, സിദ്ദിഖ്, മണിയമ്പിള്ള രാജു, ലാലു അലക്സ്, സംഗീത് പ്രതാപ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഹൃദയപൂർവ്വം ഈ വർഷം ഓണം റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. നാനി നായകനെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിറ്റ് 3 എന്ന ചിത്രം കേരളത്തിലെ പ്രദർശനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ച ഹിറ്റ് 3 1,50,00,000 രൂപയോളമാണ് കേരള കളക്ഷനെ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം കേരളത്തിൽ വിജയമായി മാറിയിരുന്നു. ഇനി ഹിറ്റ് 3യുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 60 കോടി രൂപ ബഡ്ജറ്റിൽ തയ്യാറായ ഹിറ്റ് 3 വേൾഡ് വൈഡ് കളക്ഷനായി 125 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 5 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിറ്റ് 3 OTT റിലീസ് ചെയ്യും. തമിഴിൽ നിന്നും സന്താനം നായകനെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് DD നെക്സ്റ്റ് ലെവൽ. ഈ സിനിമയ്ക്ക് മിക്സർ റിവ്യൂസ് ആണ് പ്രേക്ഷകരിൽ നിന്നും ലഭ്യമായതെങ്കിലും മികച്ചൊരു കളക്ഷനാണ് ഈ സന്താനം സിനിമയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ റിലീസിനെത്തി 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ 20 കോടി രൂപയോളം DD നെക്സ്റ്റ് ലെവൽ വേൾഡ് വൈഡ് കളക്ഷനെ സ്വന്തമാക്കി കഴിഞ്ഞു. സിനിമ ഹിറ്റ് സ്റ്റാറ്റസിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. കേരളക്കരയിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ സിനിമയാണല്ലോ ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും. ഇപ്പോൾ മോളിവുഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ മലയാള സിനിമ എന്ന റെക്കോർഡ് തുടരും സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ബുക്ക് മൈ ഷോ വഴിയുള്ള വിൽപ്പന പ്രകാരം 43,30,000 ടിക്കറ്റുകളാണ് ഇതിനോടകം തുടരും സിനിമയുടേതായി ബുക്കായിരിക്കുന്നത്. ഇനി തുടരും സിനിമയുടെ 25 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 25 ദിവസങ്ങൾ കൊണ്ട് 110 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 225 കോടി രൂപയും തുടരും സിനിമ സ്വന്തമാക്കി കഴിഞ്ഞു. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് മൂവി ടീം ഷെയർ ചെയ്തിട്ടുണ്ട്. നിലവിൽ പാലായിൽ വെച്ച് പള്ളിപ്പെരുന്നാളിന് നടക്കുന്ന ഒരു ആക്ഷൻ രംഗത്തിന്റെ ചിത്രീകരണമാണ് ഒറ്റക്കൊമ്പനായി നടന്നു വരുന്നത്. ഇപ്പോൾ ആ രംഗം ചിത്രീകരിക്കാൻ സ്ഫടികം പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത ഭരതൻ എന്ന ലെജൻഡറി ഡയറക്ടർ ഈ ഒരു ഷൂട്ടിൽ ജോയിൻ ചെയ്തതായി അറിയാൻ
സാധിച്ചിട്ടുണ്ട്. ആക്ഷനും മാസിനുമെല്ലാം വളരെയധികം പ്രാധാന്യമുള്ള ഒറ്റക്കൊമ്പൻ ഈ വർഷം പൂജ റിലീസായി വരുന്ന സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ എന്ന ചിത്രം തെലുങ്കിലെ ബാലയ്യ നായകനായിട്ടെത്തിയ ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെന്ന് ഒരു വാർത്ത മുമ്പ് പുറത്തു വന്നിരുന്നു. ഇതിനുള്ള വ്യക്തമായ ഉത്തരം ഇപ്പോൾ നിർമ്മാണ കമ്പനിയായ KVN പ്രൊഡക്ഷൻസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ജനനായകൻ ഒരിക്കലും ഭഗവത് കേസരിയുടെ റീമേക്ക് അല്ലെന്നും എന്നാൽ ചില സീനുകൾ ഭഗവത് കേസരിയിൽ നിന്നും അവരുടെ അനുവാദത്തോടു കൂടി തന്നെ ജനനായകനിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിനായി 4.5 കോടി രൂപയോളം പ്രതിഫലമായി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ സിനിമയുടെ സ്റ്റോറി മുഴുവൻ എച്ച് വിനോദിന്റെ രചനയാണെന്നാണ് KVN പ്രതിനിധികൾ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുള്ളത്. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ബബ്ബബ്ബ എന്ന ചിത്രത്തിൽ ഒരു കാമിയോ റോളിൽ ലാലേട്ടൻ എത്തുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാലേട്ടന്റെ കഥാപാത്രത്തെ പറ്റി ഒരു റൂമർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ തുടക്കം മുതൽ ലാലേട്ടന്റെ ക്യാരക്ടർ റെഫറൻസ് ബബ്ബബ്ബയിൽ ഉണ്ടാവുമെന്നും അവസാന അരമണിക്കൂറിൽ ലാലേട്ടന്റെ ത്രൂ ഔട്ട് റോളിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ചിത്രത്തിൽ കാണാനാവുമെന്നുമാണ് പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ലാലേട്ടന്റെ കഥാപാത്രം ഈ ചിത്രത്തിൽ ഒരു വില്ലൻ വേഷമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും സൂചനയുണ്ട്. ലാലേട്ടനെയും ദിലീപിനെയും കൂടാതെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, ബൈജു സന്തോഷ് തുടങ്ങിയവരും ബബ്ബബ്ബയിൽ താരങ്ങളായിട്ടെത്തും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുന്നവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നും രാത്രി 9 മണി ടൈമിൽ നമ്മുടെ സിനിമാ വാർത്തകൾ പങ്കുവയ്ക്കുന്ന വീഡിയോ വരും. ആ വീഡിയോ നിങ്ങൾ മിസ്സാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.